രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അതിനകത്തെ ഒരു 3 വാക്കുകൾ മാത്രമാണ് ഞാൻ ഇന്ന് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽശസ്സരേ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താല്പര്യവും അർത്ഥവും പറയുക. നാം ഈ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽശസ്സറെ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽശസ്സർ എന്ന് വിളിക്കപ്പെടുന്നത് ദാനിയേലാണ്. ദാനിയേൽ, അസര്യാവ്, മീശായേൽ, ഹനന്യാവ് എന്ന 4 വ്യക്തികളുടെ പേരാണ് ദാനിയേൽ പ്രവചനത്തിൽ പ്രധാനമായി പ്രതിപാദിക്കുന്ന യഹൂദ ബാലന്മാരുടെ പേരുകൾ. എന്നാൽ യഹൂദന്മാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയ ഉടനെ തന്നെ അവരുടെ പേരുകളെ മാറ്റിയതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ആരംഭത്തിലെ ഇവരുടെ യഹൂദിയായ പേരുകൾ 4ലും ശ്രദ്ധിച്ചാൽ അവരുടെ പേരിനോടുകൂടെ യഹൂദന്റെ ദൈവമായിരിക്കുന്ന യഹൂദന്റെ ദൈവത്തിന്റെ പേർ ചേർത്തിരിക്കുന്നതിനെ കാണുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ദാനിയേൽ, അസര്യാഹ്, മീശായേൽ, ഹനനിയാഹ്, ഇങ്ങനെ യാഹ് അല്ലെങ്കിൽ ഏൽ എന്ന് പറയുന്ന പേർ ചേർത്താണ് എഴുതിയിരുന്നത്. നിങ്ങൾ ബൈബിളിലെ ഓരോ പേരുകൾ നിങ്ങൾ എടുത്താലും ആ പേരുകളോടുകൂടെ ചേർത്ത് ദൈവത്തിൻ്റെ പേർ കാണുവാൻ കഴിയും. സ്തോത്രം. യെശയ്യാഹ്, യെരമിയാഹ്, യെസക്ക്, യേൽ, ഹോശേ, യാഹ്, എല്ലാ ഇടത്തും ദൈവത്തിൻ്റെ പേർ യാഹ് അല്ലെങ്കിൽ യേൽ എന്ന് പറയുന്ന പേർ ചേർത്തതിനെ കാണുവാൻ കഴിയും. എന്നാൽ ഈ 4 ബാലന്മാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ പേരുകളെ മാറ്റി ഷാദ്ര ആഖ്, മേഷ് ആഖ്, അബേദ് നെഗോ. ആഖ് നെഗോ എന്ന് പറയുന്നത് ബാബിലോണിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ദേവന്മാരായിരുന്നു. ആഖ് എന്ന് പറയുന്ന ദൈവം, നെഗോ എന്ന് പറയുന്ന ദൈവം. ഇതുപോലെ ബയാൽ, ബാൽ എന്ന് പറയുന്നു, ബയാൽ എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, ബാൽ എന്ന് പറയുന്നു. എന്നാൽ ബാബിലോണിൽ അതിനെ ബേൽ എന്ന് പറയുന്നു. അപ്പോൾ ദാനിയേൽ എന്നുള്ള പേര് മാറ്റിയിട്ട് ബേൽശസ്സർ എന്ന് തൻ്റെ പേര് മാറ്റുന്നു. ഇതൊക്കെ പൈശാചിക നിഗൂഢതകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ചില തത്വങ്ങളാണ്. ഞാൻ അവയിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ ബേൽശസ്സർ എന്ന് അതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒടുവിൽ എൻ്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽശസ്സർ, അയാളുടെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽശസ്സർ എന്ന് പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ ദാനിയേൽ എന്നുള്ളത് യഹൂദന്മാരുടെ ദൈവത്തിന്റെ നാമധേയ പ്രകാരം ദാനിയേൽ എന്ന് പേരുള്ളവനെ ഇപ്പോൾ ബയാൽ എന്ന് നെബൂഖദ്നേസറിന്റെ ദൈവത്തിന്റെ നാമധേയ പ്രകാരം വിളിക്കുവാൻ തക്കവണ്ണം അവന്റെ പദ്ധതികൾ ഇടുകയാണ്. എന്നാൽ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനായിരിക്കുന്ന ബേൽശസ്സർ പോലും ദാനിയേലിനെ വിളിക്കുന്നത് എൻ്റെ അപ്പൻ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന ദാനിയേൽ എന്ന് പറയുന്നയാൾ നീയാണോ എന്ന് ചോദിക്കുകയും മാത്രമല്ല, ഇന്ന് ലോക ചരിത്രത്തിൽ ദാനിയേലിന് ബേൽശസ്സർ എന്നൊരു പേരുണ്ടായിരുന്നുവെന്ന് പറയുന്നതല്ലാതെ ദാനിയേൽ എന്ന പേര് തന്നെയാണ് ഇന്നും അറിയപ്പെടുന്നത്. ഞാൻ അതിൽ നിന്നൊന്ന് പറയട്ടെ. നിങ്ങളുടെ പേർ മായ്ക്കുവാൻ, നിങ്ങളുടെ പേർ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ പേരിനെ കെടുത്തുവാൻ സകല ശക്തികളും സകല സാമ്രാജ്യങ്ങളും സകല അധികാരങ്ങളും ഒന്നിച്ചു നിന്നാലും ദൈവം നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന പേരിനെ മായ്ക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇനിയും അടുത്തത് ഈ ദാനിയേലിനെ നാം ശ്രദ്ധിക്കുമ്പോൾ, ദാനിയേൽ ദൈവത്തിന്റെ അഭിഷക്തനാണ്. ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവവുമായുള്ള ബന്ധത്താൽ തനിക്ക് ലഭിക്കുന്ന കൃപാവരങ്ങളാണ്. പക്ഷേ ലോകം ദാനിയേലിനെ കാണുന്നത് എന്തായിട്ടാണെന്നറിയാമോ? ഒരു മന്ത്രവാദിയായിട്ട് കണ്ട് ദാനിയേലിനെ ഒരു മന്ത്രവാദിയാക്കുകയാണ്. ദാനിയേലിന്റെ അകത്തുള്ള കൃപ വെളിപ്പാടായിട്ട്, കൃപയായിട്ട്, ദാനിയേൽ ഒരു ദൈവഭക്തനായിട്ട്, ദാനിയേൽ ഒരു ദൈവപുരുഷനായിട്ട്, ദാനിയേൽ ഒരു ദൈവമനുഷ്യനായിട്ടല്ല ആ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുവാൻ ഉള്ള സാധ്യത മന്ത്രവാദിയായി അറിയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ദാനിയേലിനെ വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ ഈ ആരംഭത്തിലെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽശസ്സർ എന്നുള്ള ആ വാക്കിനെ ഞാൻ വിവരിച്ചു എന്ന് മാത്രം. അടുത്തതായി കടന്നു വരുമ്പോൾ അവിടെ ഈ മനുഷ്യനെ കുറിച്ച് 2 അറിവുകളാണ്, ദാനിയേലിനെ കുറിച്ച് 2 അറിവുകളാണ് ഈ രാജാവ് പറയുന്നത്. അതിലെ 2ാമത്തെ അറിവാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കുവാൻ പോകുന്നത്.
ഒന്നാമത്തെ അറിവ് ഇതാകുന്നു, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്റെ അകത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നു. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്റെ അകത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ അകത്തുള്ള ആത്മാവ് ലോകത്തിന് തിരിച്ചറിയത്തക്കതായിരിക്കട്ടെ. നമ്മളുടെ അകത്ത് കിടക്കുന്ന ആത്മാവ് ആമേൻ ലോകത്തിന് മുൻപാകെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ അകത്ത് നിൽക്കുന്ന ആത്മാവ് ഏതാണ്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെ അകത്തുണ്ട്. എന്ന് രാത്രികാലം നിങ്ങൾക്കെതിരായി നിൽക്കുന്ന രോഗശക്തികളും പാപശക്തികളും പൈശാചിക ബലങ്ങളോ മാനുഷിക അധികാരങ്ങളും പ്രപഞ്ചത്തിന്റെ ഇരുൾ മണ്ഡലങ്ങളും തിരിച്ചറിയട്ടെ. ഇവന്റെ അകത്തു കിടക്കുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ്. ഇവന്റെ അകത്തു കിടക്കുന്നത് ആമേൻ. എന്റെ അകത്തു കിടക്കുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ്. എന്റെ അകത്തു കിടക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവല്ല, എന്റെ അകത്തു കിടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഒരു മനുഷ്യന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതോ, അവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നുവെന്നോ, അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നുവെന്നോ നിങ്ങൾ പറയരുത്. പകരം ഒരു റിപ്പയറിംഗ് അല്ല അവിടെ നടക്കുന്നത്, ഒരു റീപ്ലേസിംഗ് ആണ് അവിടെ നടക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം 26 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ അവന് പുതിയൊരു ഹൃദയത്തെ നൽകാം, ഞാൻ പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കാം. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരാം. അടുത്തതായിട്ട് പറയുകയാണ്, എന്റെ ആത്മാവ്. ഏതാണ് ആ പുതിയ ഹൃദയം? ഏതാണ് ആ പുതിയ ആത്മാവ്? അത് 27 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക. ഈ വചന ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതിലേക്ക് കണക്ട് ചെയ്യുക. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ അകത്തെ ഹൃദയത്തെ റിപ്പയർ ചെയ്യുന്നവനല്ല ദൈവ, നിന്റെ അകത്തെ സ്പിരിറ്റിനെ റിപ്പയർ ചെയ്യുന്നവനല്ല ദൈവ, നിന്റെ അകത്തെ തോട്ട് പ്രോസസ്സിനെ റിപ്പയർ ചെയ്യുന്നവനല്ല ദൈവ. ആ എഞ്ചിനെ മാറ്റി, ആ സിസ്റ്റത്തെ മാറ്റി, ഹെവൻലി ഓർഡറിൽ സ്വർഗത്തിൽ നിന്ന് വേറെ ഒരു ഹൃദയത്തെ, സ്വർഗത്തിൽ നിന്ന് വേറെ ഒരു മനസ്സിനെ, സ്വർഗത്തിൽ നിന്ന് വേറെ ഒരു ആത്മാവിനെ, ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെങ്കിൽ, മരണത്തെ ജീവൻ വിഴുങ്ങുമെങ്കിൽ, ആത്മാവിനെ പുതിയൊരു ആത്മാവ് കൈവശപ്പെടുത്തുമെങ്കിൽ, ഹൃദയത്തെ വേറെ ഒരു ഹൃദയം കൈവശപ്പെടുത്തുമെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ മനുഷ്യനല്ല, അവനൊരു പുതിയ സൃഷ്ടി. Jesus, Holy Spirit, La jana mahasatana jana praudabani. Oh, Rajana Mahajaram Prouda Janam Dara Jaliam Juliam Janam Tia. Oh, Jada Prouda Bakarbara Prava Bashapadia. Arpana Jari Penam Janam Padi Jabam Prouda Bashapadia. Holy Spirit. ഒന്നാമതായി താൻ പറയുകയാണ്, എനിക്കൊരു കാര്യം നിന്നെ കണ്ടപ്പോൾ മനസ്സിലായി, നിന്റെ അകത്ത് കിടക്കുന്ന സ്പിരിറ്റ് ഒരു ഹ്യൂമൻ സ്പിരിറ്റ് അല്ല, പകരം ഒരു ഹെവൻലി ഡിവൈൻ സ്പിരിറ്റ് ആണ്. രണ്ടാമത്തെ അറിവ് അതാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കുവാൻ പോകുന്നത്. ദാനിയേലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഒരു രഹസ്യവും നിനക്ക് വിഷമം അല്ലെന്ന് ഞാൻ അറിയുന്നു. ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ല, ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ല. അതരം തുറന്നെന്ന് പറഞ്ഞേ, ഒരു രഹസ്യവും വിഷമമല്ല. അത് ഇംഗ്ലീഷിലേക്ക് കടന്നു വരുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നോ സീക്രട്ട് ട്രബിൾസ് യു, നോ സീക്രട്ട് ട്രബിൾസ് യു. ഒരു രഹസ്യവും നിന്നെ ട്രബിൾ ചെയ്യത്തില്ല, ഒരു നിഗൂഢതയും നിന്നെ ട്രബിൾ ചെയ്യത്തില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവത്തിന്റെ ചലനങ്ങൾ വ്യാപരിക്കുമ്പോൾ, നോ സീക്രട്ട് ട്രബിൾസ് യു, നോ സീക്രട്ട് ട്രബിൾസ് യു. എന്റെ സഹോദരങ്ങളെ, ആംപ്ലിഫൈഡ് ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ, ആംപ്ലിഫൈഡ് ബൈബിളിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നോ സീക്രട്ട് മിസ്റ്ററി ഈസ് എ
burden or troubles you. No secret mystery will be a burden for you. ഒരു നിഗൂഢതയോ ഒരു മറഞ്ഞിരിക്കുന്ന വിഷയമോ ഒരു രഹസ്യ അജണ്ടയോ നിന്നെ ബലഹീനപ്പെടുത്താൻ, നിന്നെ ഭാരപ്പെടുത്താൻ, നിന്നെ തകർക്കാൻ, നിന്നെ കലക്കിക്കളയാൻ, നിന്നെ ട്രബിൾ ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ, നോ മിസ്റ്ററി. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, നോ മിസ്റ്ററി ഈസ് എ ബർഡൻ ഫോർ മീ. നോ സീക്രട്ട് ഈസ് എ ബർഡൻ ഫോർ മീ. ഇന്ന് രാത്രി രഹസ്യമായി നിനക്കെതിരെ ഉരുവാകുന്ന ആയുധങ്ങളെ നോക്കിയിട്ട് പറ, നോ സീക്രട്ട് ഈസ് എ ബർഡൻ ഫോർ മീ. ഇന്ന് രാത്രി നിനക്കെതിരെ ഉയരുന്ന പൈശാചിക രഹസ്യ പദ്ധതികളെ നോക്കിയിട്ട് പറ, Holy Spirit, Ajana Mara Janam Praudabani, Yate Nagachara Praudabani, Deva Janatinadere, Abhishektan Markadere, Deva Sabekadere, O Miguda Dagalil Udanadekuna, Sagala Porigalai Noki, in the Ratrian Prekyabikino, Ori Regasia Ajandaka, Ori Paisadiga Regasia Patadigalka, Deva Janatinadere, Deva Tin Abhishektan Markadere, Ondam Chaivan Satyamala, Ajana Praudaba Jara Praudabania, Arthana Janadhana, Ulacharia Praudaba Shabdhanadia, Ijanam Praudabania, Drusyamayado, Adrasyamayado, Drusyamayado, Adrasyamayado, in Ratrian Prekyabikino, and Abhishekta Talamuragale, Todavan Sadyamala, in Pagal, in Ratrian Prekyabikino, no secret can trouble me, or you Regaswetino, or you Nikuda Dekam, ഒരു രഹസ്യ അജണ്ടയ്ക്കും എന്നെ തകർക്കുവാൻ സാധ്യമല്ല. Ardana Jagam Praudabachal Banika Japaudia, Artha Sara Tenajiam Praudabania, Deva Janatinadere, Deva Sabekadere, Abhishekta Vrundangal Kadere, Uriwagan the Regasia Patadigal, Sagula Sagala Niguda Alo Janagala, in the Ratri, Adin Ativeri Pariata, Adin the Maranikan of Purigal, Yes Christo in the Atigarapil, Aldino Marata, Kutumangal Kadere, Regasia Patadigal, Talamura Kadere, Regasia. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നള്ളിഫൈ ചെയ്യുന്നു. യെസ്, ആമേൻ. ഒരു നിമിഷം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ടു ഫോൾഡ് രണ്ടുവിധമായ മാനിഫെസ്റ്റേഷനെ, രണ്ടുവിധമായ വിഷയത്തെ പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അന്നേരം തുറന്നൊന്ന് പറഞ്ഞേ, മഹത്വമുള്ള പിതാവുമായവൻ. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അടുത്തത് പറയുകയാണ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അതരം തുറന്നു പറഞ്ഞേ, സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ആമേൻ. ജ്ഞാനത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ്. എന്താണ് ജ്ഞാനത്തിന്റെ ആത്മാവ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളെ, ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത്. അത് സിമ്പിളായി പറയാം, വിസിബിൾ പ്രശ്നങ്ങളെ, ആമേൻ, ദൃശ്യമായിരിക്കുന്ന വിഷയങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യുക. ആമേൻ. ഒരാൾ വഴക്കുണ്ടാക്കാൻ വന്നാൽ എങ്ങനെ അതിനെ ഒഴിഞ്ഞു പോകാം, ഒരാൾ പരിഹസിച്ചാൽ എങ്ങനെ ഒഴിഞ്ഞു പോകാം. ഇതൊക്കെ വിസിബിൾ റലമാണ്. വിസിബിൾ റലത്തിൽ ഒരു ദൈവ പൈതൽ ആക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് അവന് നൽകുന്ന ജ്ഞാനത്താലാണ്. എന്നാൽ വിസിബിൾ റലത്തിലുള്ള ജ്ഞാനത്തിന്റെ ആത്മാവിന് അപ്പുറമായി പറയുകയാണ്, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകണം. അതെന്തിനാ വെളിപ്പാടിന്റെ ആത്മാവ്? ടു വർക്ക്, ടു ആക്ട് ഇൻ ദ ഇൻവിസിബിൾ റലം. വെളിപ്പാടെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്നതിനെ റിവീൽ ചെയ്യുന്നതാണ്. ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, an anointing to reveal the mystery. ഇതിനകത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടിന്റെ ആത്മാവാണ്. ടു റിവീൽ ദ മിസ്റ്ററീസ്, രഹസ്യങ്ങളെ പുറത്തെടുക്കാൻ, നിനക്കെതിരായ നിഗൂഢ പദ്ധതികളെ പുറത്തെടുക്കാൻ ഉള്ള ഒരു അഭിഷേകം.
ദൈവജനമേ, നമ്മുടെ അഭിഷേകത്തെ കാണുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാത്രം അഭിഷേകത്തെ ഉപയോഗിക്കരുത്. അമേൻ. ഞാൻ ആവർത്തിക്കട്ടെ, കാണുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാത്രം പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കരുത്. പകരം കാണാത്ത പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ പ്രശ്നങ്ങളെ, കാണുന്ന പ്രശ്നങ്ങളെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, കാണാത്ത പ്രശ്നങ്ങളെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാമോ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ. നാമോ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ. ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വന്നു നിന്ന് ബഹളം വെച്ചാൽ കാണുന്ന ആ മനുഷ്യനെ അല്ല, കാണാത്ത അവനെ തൂണ്ടിവിടുന്ന അവന്റെ പിമ്പിലുള്ള ഒരു സ്പിരിറ്റിനെ പൗലോസ് തിരിഞ്ഞു നിന്ന് അവളിലുള്ള ഭൂതത്തോട്, അവളോടല്ല സംസാരിച്ചത്, അവളിലുള്ള ഭൂതത്തോട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ സംസാരിക്കേണ്ടത് മനുഷ്യരോടല്ല, മനുഷ്യരെ ഇറക്കി വിടുന്ന പൈശാചിക അധികാരങ്ങളോട്. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ അഭിഷേകം നമ്മളെ പ്രാപ്തരാക്കുന്നത് ടു സീ ദ ഇൻവിസിബിൾ റെലം, ടു സീ ദ ഇൻവിസിബിൾ റെലം, അദൃശ്യമായതിനെ കാണുവാൻ തക്കവണ്ണം. ഒരു രണ്ട് ലോകങ്ങളുണ്ട്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ റെല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർച്ചയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ദൃശ്യമായതോ അദൃശ്യമായതോ, ദൃശ്യ ലോകമാകട്ടെ അദൃശ്യ ലോകമാകട്ടെ, നിങ്ങൾ കാണുന്നതല്ല, ബിഹൈൻഡ് ദ സ്ക്രീൻ സംതിങ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, അമേൻ, ഞാൻ കുറച്ചുകൂടെ സെക്യുലർ ആയിട്ട് പറയാം. അമേൻ. കഥ തിരിക്കുവാൻ ആക്ടേഴ്സിനെ അല്ല പിടിക്കേണ്ടത്, കഥ തിരിക്കുവാൻ സ്ക്രിപ്റ്റ് റൈറ്ററെ, കഥ തിരിക്കുവാൻ ഡയറക്ടറെയാണ് പിടിക്കേണ്ടത്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വരുന്ന പോരാട്ടങ്ങളിൽ, അമേൻ, അതിനകത്ത് നടനമാടുന്ന നടികരെ അല്ല നീ ആക്ഷേപിക്കേണ്ടത്, അതിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത പുറകിലിരിക്കുന്ന ദുരാത്മാവിന്റെ അവന്റെ സ്ക്രിപ്റ്റ് വലിച്ചു കീറിയാൽ, അവന്റെ സ്ക്രിപ്റ്റ് വലിച്ചു കീറിയാൽ അവന്റെ കളി അവിടെ തീരും. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഒരധികാരത്തെ നൽകുക. പിശാച് നിനക്കെതിരെ എഴുതിയ സ്ക്രിപ്റ്റ്, പിശാച് നിനക്കെതിരെ എഴുതിയ സ്ക്രീൻ പ്ലേ, പിശാച് നിനക്കെതിരെ എഴുതിയതായ സകലവിധമായ എഴുത്തുകൾ അത് കീറിയെറിയട്ടെ. വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകൾ മായ്ക്കപ്പെടട്ടെ. No secret troubles me. ഒരു രഹസ്യവും എന്നെ അസ്വസ്ഥപ്പെടുത്തത്തില്ല, ഒരു നിഗൂഢതയും എന്നെ അസ്വസ്ഥപ്പെടുത്തത്തില്ല, ഒരു മിസ്റ്ററിയും ഒരു ഗൂഢ പദ്ധതിയും എന്നെ അസ്വസ്ഥപ്പെടുത്തത്തില്ല. ഇവിടെ ദാനിയേലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഒരു രഹസ്യ പദ്ധതി നിനക്കെതിരെ ഉരുവാക്കിയാലും, ഏത് രഹസ്യ അജണ്ട നിനക്കെതിരെ പണിപ്പുരയിൽ ഉളവാക്കിയാലോ അതുകൊണ്ട് നിന്നെ ട്രബിൾ ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാകുന്നു. കാരണം നിന്റെ അകത്തു കിടക്കുന്ന സ്പിരിറ്റ് വെളിപ്പാടിന്റെ സ്പിരിറ്റാ. ആമേൻ. എന്റെ സഹോദരങ്ങളെ, യെഹെസ്കേലിന്റെ ഇതൊരു സ്പിരിച്വലത്തിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഹോളി സ്പിരിറ്റ്, ഇതൊരു മനുഷ്യനിലേക്ക് ദൈവീകത ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഞാൻ അതിന്റെ തെളിവിലേക്ക് വരാം. യെഹെസ്കേൽ പ്രവചനം 28 അധ്യായം 3 വാക്യം. യെഹെസ്കേൽ പ്രവചനം 28 വാക്യം 3 വാക്യം. ഇത് പ്രവചനാത്മാവിൽ വീണുപോയ ദൂതനോട് പറയുന്നതാണ്. ആമേൻ. പ്രവചനാത്മാവിൽ വീണുപോയ ദൂതനോട് പറയുന്നതാണ്. പ്രഭുവായി നിൽക്കുന്ന, ഇന്ന് സോരെന്ന ആ ടെറിട്ടോറിയൽ അതോറിറ്റിയായി നിൽക്കുന്ന വീണുപോയ ദൂതനോട് പറയുന്നതാണ്. അവിടെ പറയുന്നതായിട്ടുള്ള ഭാഗം ഇതാണ്: നീ ദൈവഭാവം നടിച്ചതുകൊണ്ട്, ആമേൻ, ദൈവത്തിന്റെ ഭാവ, ആമേൻ, നിന്റെ ഹൃദയത്തെ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യു സെറ്റ് ദൈൻ ഹാർട്ട് ആസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം പോലെ നിന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. You set thine heart as the heart of God. ദൈവത്തിന്റെ ഹൃദയം പോലെ. ആ രണ്ടാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് കാണിക്കാമെങ്കിൽ നമുക്കത് കാണാം. നീ നിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയം പോലെ സെറ്റ് ചെയ്തോ. ഇതൊക്കെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വന്ന്, നാമോ ദൈവത്തിന്റെ മനസ്സുള്ളവരാ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളവരാകുന്നു, ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. പക്ഷെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അവിടെ പറയുകയാണ്, ആമേൻ, നീ ദൈവത്തിന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തെ
ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയമായി സെറ്റ് ചെയ്തോ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അത് മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ ദൈവഭാവം നടിച്ചതുകൊണ്ട്. അപ്പൊ നിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയം പോലെയാക്കി. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, നീ ദാനിയേലിലും ജ്ഞാനിയല്ലയോ, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. ഇത് ആരോടാണ് പറയുന്നതെന്ന് അറിയാമോ? ഒരു ദൂതനോടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിലേക്ക് കടന്നു വരാം. ആമേൻ. ഒരു മനുഷ്യൻ രഹസ്യങ്ങളെ അറിയാൻ തുടങ്ങിയാൽ, വെളിപ്പാടുകളെ പ്രാപിക്കാൻ തുടങ്ങിയാൽ, അവൻ ഏഞ്ചലിക് റലത്തിൽ, അവൻ സ്പിരിറ്റ് റലത്തിൽ, അവൻ ദൈവത്തിന്റെ ഹൃദയവുമായിട്ട് സിങ്കായി, അവൻ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്റ്റായി, അവൻ ആത്മമണ്ഡലവുമായിട്ട് കണക്ട് ആവുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു സഭയുടെ മെമ്പർഷിപ്പ് ഉള്ള ദൈവമക്കളാകരുതിരിക്കുന്നത് ആത്മമണ്ഡലവുമായി കണക്റ്റായി സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘം, അസാധാരണമായ എൻകൗണ്ടറുകളിലേക്ക് ദൈവസഭ ഷിഫ്റ്റ് ചെയ്യപ്പെടട്ടെ. അസാധാരണമായ ആത്മവിവശതകളിലേക്ക് ഈ ദൈവസഭ ഷിഫ്റ്റ് ചെയ്യപ്പെടട്ടെ. മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ആരാധനാ വിധങ്ങളിലേക്ക്, പിടിച്ചടക്കാൻ കഴിയാത്ത ആത്മസാന്നിധ്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ സഭ ഷിഫ്റ്റ് ആകട്ടെ. പ്രസംഗം നടക്കാത്ത ആരാധന, പ്രാസംഗികൻ എഴുന്നേൽക്കാൻ കഴിയാത്ത ആരാധന, യഹോവയുടെ മഹത്വം ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവത്തിന്റെ ആ ഗ്ലോറി, എന്റെ ദൈവത്തിന്റെ ആ ഡോഗ്മ ഇതിനകത്തേക്ക് റിലീസ് ചെയ്യപ്പെട്ട് ഒരു സ്പിരിച്വൽ, ഒരു ആക്സസ് ടു ഹെവൻ ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. അസാധാരണമായ ആത്മതലം തുറന്നു നിൽക്കുന്ന മണിക്കൂറുകൾ ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. I proclaim the access to heaven's kingdom. സ്വർഗത്തിലേക്കൊരു വാതിൽ. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ദൈവത്തിന്റെ ആലയം എന്നാൽ അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്, സ്വർഗമണ്ഡലങ്ങളിലേക്ക്, ടു ദ റെലംസ് ഓഫ് ഹെവൻ. Holy Spirit, അപ്പോൾ ഒരു ദൂതനെ പോലെ ദാനിയേൽ അവിടെ നിൽക്കുകയാണ്. യെസ്, ദൂതനെ പോലെ ദാനിയേൽ നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഏഞ്ചലിക് എൻകൗണ്ടറിലേക്ക് ഒരു ദൈവ പൈതൽ കയറുമ്പോൾ, ആമേൻ, ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ടെറിട്ടോറിയൽ. അതൊരു ദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവരാജ്യം. അത് സർവലൗകികമായി വ്യാപരിച്ചു നിൽക്കുന്നതാണ് ദൈവരാജ്യം. ഒരു ദേശത്ത് പോയി ഫ്ലൈറ്റ് പിടിച്ച് ഒരിടത്ത് കയറിപ്പോയി കാണുന്നതല്ല ദൈവരാജ്യം. പകരം ദൈവരാജ്യം ശക്തിയായി അത് ഏത് ടെറിട്ടറിയിലും ഏത് ഏരിയയിലും ഇറങ്ങി വരുന്നതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിനകത്തേക്ക് കയറി ദൂതന്മാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. അതിലേക്ക് കയറി വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് മാത്രമല്ല, നോട്ട് ഓൺലി ദ ഹോളി സ്പിരിറ്റ് ബട്ട് ഓൾസോ സ്പിരിറ്റ്സ്. ഹു ആർ ദോസ് സ്പിരിറ്റ്സ്? ആരാണ് ആ സ്പിരിറ്റുകൾ? എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരൊക്കെയും 14-ാം വാക്യം, എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം, അവരൊക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന ആത്മാക്കളല്ലയോ? ആത്മാക്കൾ. അപ്പോൾ ദൂതന്മാരാരാ? ആത്മാക്കൾ. In the spirit realm, not only the Holy Spirit, but also other spirits. Who are those spirits? Angels.
ദൂതന്മാർ സ്പിരിറ്റ്സ് ആയിട്ടാണ് മനുഷ്യന്റെ അടുക്കൽ ഇറങ്ങി വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മുമ്പേ പാടി ആരാധിച്ചല്ലോ, ദൂതന്മാർ മുന്നമേ പോകും, കാര്യം നടത്തിത്തരും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ അതിനെ പറയാൻ കഴിയുമോ? ആത്മാക്കൾ എനിക്ക് മുൻപായി പോയി കാര്യം നടത്തിത്തരും. ജീസസ്. ദൂതന്മാരെന്ന് പറഞ്ഞാൽ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ്. സ്വർഗത്തിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്, തൃത്വത്തിൽ മൂന്നാമൻ. അടുത്തതായി സ്പിരിറ്റ്സ്, മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ആത്മലോകം എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, അകൽ ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവൻ ദൂതന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വരട്ടെ, ഇവിടെ ദാനിയേലിന്റെ അടുക്കൽ പറയുകയാണ്, ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ല. നോ സീക്രട്ട് ട്രബിൾസ് യു. രഹസ്യങ്ങളൊന്നും നിങ്ങളെ അലോസരപ്പെടുത്തുകയില്ല. ആരൊക്കെ രഹസ്യമായി എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ രഹസ്യമായി നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ എവിടെയൊക്കെ നിങ്ങൾക്കെതിരെ നിഗൂഢമായി എന്തൊക്കെ ചെയ്താലും അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യത്തില്ല. അതാണ് ഒരു അഭിഷക്തന്റെ അധികാരം. വരട്ടെ, ഭാഗത്തിലേക്ക് വരാം. എന്താണ് ഈ ദാനിയേലിന്റെ രഹസ്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തത്തില്ലെന്നുള്ള വിഷയം? ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിന് ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തെ ഓർത്ത് താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താൻ പ്രാർത്ഥിച്ചു. 1 ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, ഒരാഴ്ച പ്രാർത്ഥിച്ചു. മറുപടി വല്ലതും കിട്ടിയോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് 2-ാമത്തെ ആഴ്ച പ്രാർത്ഥിച്ചു. മറുപടി വല്ലതും കിട്ടിയോ? ഇല്ല. 3-ാമത്തെ ആഴ്ചയും താൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ 3 ആഴ്ച വട്ടവും താൻ ഒരു പ്രീഡിസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല, ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുകയല്ല. പകരം ആ 3 ആഴ്ചയും ഇദ്ദേഹം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അതിന്റെ 10-ാം അധ്യായം 2-ാം വാക്യം, ഈ 3 ആഴ്ച വട്ടം ഞാൻ ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. ഈ 3 ആഴ്ചയിൽ 21 ദിവസങ്ങൾ ഈ മനുഷ്യൻ ദുഃഖിച്ച് കരയുകയാ, ദുഃഖിച്ച് പ്രാർത്ഥിക്കുക, ദുഃഖിച്ച് ഉപവസിക്കുകയാ. സങ്കടമാ, ഭാരമായി ഇദ്ദേഹത്തിന്. പക്ഷെങ്കിൽ ഇദ്ദേഹം ദാനിയേലിനെ പോലെ പഴയ നിയമത്തിൽ നിർമ്മലനും നീതിമാനുമായ ഒരു മനുഷ്യനില്ല. പക്ഷേ ഇത്രയും ദിവസമായിട്ടും തന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ലഭിക്കുന്നില്ല? മറുപടിയില്ല. ജീവിതത്തിൽ ആശങ്കയായി. ദൈവം എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാൻ എന്ത് ചെയ്തിട്ടാ കർത്താവ് എനിക്ക് മറുപടി തരാത്തത്? ഞാൻ സാധാരണ പ്രാർത്ഥിക്കാനിരുന്നാൽ ഒരു രാത്രിയിൽ ദൈവം എന്നോട് ഇടപെടുന്നതാ. ഞാൻ മുഴങ്കാൽ മടക്കിയാൽ ദൈവം എന്നോട് സംസാരിക്കുന്നതാ. ഞാൻ കണ്ണടച്ചാൽ ദൈവശബ്ദം കേൾക്കുന്നതാ. പക്ഷേ എനിക്ക് 3 ആഴ്ചയായിട്ടും ദൈവത്തിൽ നിന്നൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല. 3 ആഴ്ച ഉപവസിച്ചിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും എന്ത് സംഭവിക്കുന്നില്ല? ചലിക്കുന്നില്ല. ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല. ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദാനിയേൽ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. എന്നാൽ 21 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, ഭയങ്കരമായിരിക്കുന്ന ഗോമേതകം പോലെ ദേഹവും, മിന്നൽ പ്രകാശം പോലെ മുഖവും, തീപ്പന്തം പോലെ കണ്ണുകളും ഉള്ളതായ, ഒരു മിനുക്കിയ താമ്രത്തിന്റെ പോലെ കാലും കൈകളും ഉള്ളതായിട്ടുള്ള ഒരു അസാധാരണ രൂപം തന്റെ അടുക്കലേക്ക് കടന്നു വന്നു. കണ്ടാൽ ഭയപ്പെടുന്ന ഒരു അസാധാരണ രൂപം. ആ രൂപം തന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദാനിയേലിന്റെ അടുക്കൽ പറഞ്ഞു, 3 ആഴ്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞത് കൊണ്ട് നീ ദൈവം തള്ളിക്കളഞ്ഞവനാണെന്നോ, നിനക്ക് കാര്യമില്ലെന്നോ, നീ ഒറ്റപ്പെട്ടവനാണെന്നോ ചിന്തിക്കരുത്. 3 ആഴ്ച മറുപടി കിട്ടാതിരുന്ന ദാനിയേലേ, 3 ആഴ്ച ഉപവസിച്ചിട്ടും ആരും മൈൻഡ് ചെയ്യാതിരുന്ന ദാനിയേലേ, 3 ആഴ്ച കരഞ്ഞിട്ടും ഒരു മറുപടിയും പ്രാർത്ഥനയിൽ കിട്ടാതിരുന്ന ദാനിയേലേ, 3 ആഴ്ച പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയിൽ ഒരു ചലനവും ഉണ്ടാകാതിരുന്ന ദാനിയേലേ, നീ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനാണ്. നീ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനാണ്. നീ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനാണ്. എന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിന് പ്രിയനല്ലാഞ്ഞത് കൊണ്ടോ നിന്റെ കയ്യിൽ കുറ്റമോ കുറവോ ഉണ്ടായിട്ടോ അല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നത്. പകരം ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. നീ ഇവിടെ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും അടക്കിയ ആ സമയം തുടങ്ങി ഇൻവിസിബിൾ റലത്തിൽ, സ്പിരിറ്റ് റലത്തിൽ, നീ പേർഷ്യൻ രാജ്യത്തിന്റെ പ്രഭു ഈ 21 ദിവസം എന്റെ മറുപടി നിങ്കലേക്ക് വരാതെ വേണ്ട, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു നിർത്തുകയായിരുന്നു.
ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടയുന്ന സീക്രട്ട് ഏജന്റുമാരെ ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നതിന്റെ കാരണം ഇന്ന് വെളിപ്പെടും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നിന്റെ ഉപവാസം എഫക്റ്റീവ് ആകുന്നില്ല. നീ എത്ര ആരാധിച്ചിട്ട് എഫക്റ്റീവ് ആകുന്നില്ല. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും എവിടെയൊക്കെയോ ഒരു തടസ്സം. നീ എത്രയൊക്കെ നീതിയോടെ ജീവിച്ചിട്ടോ എവിടെയൊക്കെയോ ഒരു പ്രതികൂല. ഇന്ന് ഈ സമയം അതിന്റെ പിമ്പിലുള്ള സ്പിരിറ്റ് വെളിയിൽ വരട്ടെ. അജാനമ ജരാജരം പ്രൗഢാരിയ. നിന്റെ ഇടത്തും വലത്തും ഇരുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. നിന്റെ കൂടെ ഓടിയവരൊക്കെ മുമ്പിലെത്തി. പക്ഷെ നീ മാത്രം എവിടെയോ ഇടറുകയാ. നിന്റെ മാത്രം ഒരു വിഷയം നിരന്തരം പരാജയപ്പെടുകയാ. നീ മാത്രം എത്ര കൈയടിച്ചിട്ടും കയറുന്നില്ല. നീ മാത്രം എത്ര പൊരുതിയിട്ടും കയറുന്നില്ല. നിന്നെ മാത്രം എത്ര അധ്വാനിച്ചിട്ട് ഒരു ചലനമുണ്ടാകുന്നില്ല. എവിടെയോ മറഞ്ഞിരിക്കുന്ന പോരുകൾ അത് ദാനിയേലിന് വെളിപ്പെട്ടു വന്നതുപോലെ. അജാരവൻ ചരാചരം പ്രൗഢാജം പ്രൗഢഭ അർജന രഗജം പ്രൗഢാലകം ചരേദിയ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. ജഗാരഗജരം പ്രൗഢബാനിയ. എന്റെ ദൈവമക്കളെ, എല്ലാ പ്രാർത്ഥന താമസിക്കുന്നതും ദൈവഹിതമാണെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. എല്ലാ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോഴോ എന്റെ കുറവാ കുറ്റമാണെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. എല്ലാ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോഴോ ദൈവത്തിന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് നീ ഉഴപ്പരുത്. പകരം നിന്റെ ആത്മകണ്ണുകൾ തുറന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന ഏതെങ്കിലും അന്ധകാര മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ it must be revealed in your prayer room. ദാനിയേലിന്റെ അടുക്കൽ പറഞ്ഞു, ദാനിയേൽ, നീ 21 ദിവസം ഉപവസിക്കേണ്ടതല്ലായിരുന്നു. ഈ പ്രാർത്ഥന 3 ആഴ്ച നീണ്ടുപോകേണ്ടതല്ലായിരുന്നു. ഈ പ്രാർത്ഥന ആദ്യത്തെ ദിവസം തന്നെ ഇത് വിടുതൽ സംഭവിക്കേണ്ടതായിരുന്നു. ഈ പ്രാർത്ഥന ആദ്യത്തെ ദിവസം തന്നെ അത്ഭുതം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ 3 ആഴ്ച നിന്റെ പ്രാർത്ഥന നീണ്ടുപോയത്. ദാനിയേൽ ഈ പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കുമ്പോഴേ ദാനിയേലിന്റെ പ്രൊഫഷൻ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാ. 3 ദിവസം കഴിക്കാതെ 3 ദിവസം ഒന്നിനും പോകാതെ താൻ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനീയരിൽ ഒരുത്തനായിരിക്കുന്ന ആ മനുഷ്യന്റെ പ്രൊഫഷനെ ബ്രേക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളെയും ബ്ലോക്ക് ചെയ്യുകയാണ്. എന്തിനാണ്? ഇതിന്റെ പിമ്പിൽ ഒരു അന്ധകാര ശക്തി. എന്നിട്ട് അത് മാത്രമല്ല, ദാനിയേലിന്റെ അടുക്കൽ അടുത്തതായിട്ട് പറയുകയാണ്, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നോ. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടി അവിടെ വിട്ടേച്ച്. അപ്പോൾ അടുത്തത് കണ്ടോ, ആരംഭത്തിങ്കൽ പറയുന്നത് ഇങ്ങനെയാകുന്നു, പ്രിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് പേർഷ്യ. അവിടെ സിംഗുലർ ടേമിലാണ് പറയുന്നത്. ഒരുത്തനാണ് എന്റെ അടുക്കൽ വന്ന് എതിർത്തു നിന്നത്. പക്ഷെ ഗബ്രിയേലിനെ ഞാൻ വരുത്തിയപ്പോഴത്തേക്ക് പ്രിൻസ് മാറി കിങ്സ് ഓഫ് പേർഷ്യ വെളിപ്പെടാൻ തുടങ്ങി. കണ്ടോ, ഏഞ്ചലിക് റെലത്തിന്റെ ഹയറാർക്കി വെളിപ്പെടുമ്പോൾ പൈശാചിക മണ്ഡലങ്ങളുടെ ഉപരിതലം കൂടെ കയറി വരികയാ. നിന്റെ അഭിഷേകത്തിന്റെ ലെവല് മാറുന്നത് അനുസരിച്ച് നിന്റെ പോരാട്ടത്തിന്റെ ലെവല് മാറോ. കണ്ടോ, ഗബ്രിയേലിന്റെ മുമ്പിൽ നിന്നത് ഒരു പ്രിൻസ് ആയിരുന്നെങ്കിൽ മീഖായേലിന്റെ മുമ്പിൽ നിൽക്കുന്നത് കിങ്സ് ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, ഗബ്രിയേലിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരൊറ്റ പ്രിൻസ് ആയിരുന്നു. പക്ഷേ മീഖായേൽ വന്നപ്പോൾ ഒരു പ്രിൻസ് അല്ല, കിങ്സ് തന്നെ, രാജാക്കന്മാർ ഇറങ്ങി വന്നു. കാരണം പേർഷ്യയിലെ അധികാര മണ്ഡലത്തിന് അറിയാ, ഒരു രാജകുമാരൻ പോയാൽ, ഒരു പ്രഭു പോയാൽ മീഖായേല് ചെവിയെന്നുള്ളി എറിയുമെന്നറിയാം. അതുകൊണ്ട് ഗബ്രിയേലിനും മീഖായേലിനോട് എതിർത്തു നിൽക്കാൻ 10 പേർഷ്യൻ രാജാക്കന്മാർ വരികയാ. പേർഷ്യൻ രാജാക്കന്മാർ. ഇതെങ്ങനെ ഈ പേർഷ്യൻ രാജാക്കന്മാർ? ഒരു സാമ്രാജ്യത്തിൽ ഒരു രാജാവല്ലേ ഉള്ളൂ? ലോകത്തിൽ ഒരു സാമ്രാജ്യത്തിൽ ഒരു രാജാവേ ഉള്ളൂ.
പക്ഷെ ഇവിടെ പറയുകയാണ് നോ കിങ്സ് ഓഫ് പേർഷ്യ എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ നീ കാണുന്ന ഈ സാമ്രാജ്യത്തിന്റെ പുറകിൽ, നീ കാണുന്ന ഈ സാമ്രാജ്യത്തിന്റെ പിമ്പിൽ ഒരു ഈ ടെറിട്ടോറിയൽ കിങ്ഡത്തിന്റെ പിമ്പിൽ വേറെ ഒരു അനദർ കിങ്ഡം റലം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഫോക്കസ് മാറുകയാണ്. ടെറിട്ടോറിയൽ കിങ്ഡങ്ങളുടെ പുറകിലുള്ള സ്പിരിച്വൽ കിങ്ഡംസ്. ചിലർക്കൊന്നും ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ചിലർക്കൊന്നും ഒന്നും പിടികിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഒറ്റയടിക്ക് പിടികിട്ടാനും പാടാ. പക്ഷേ പിടികിട്ടുന്നവർക്ക് സ്തോത്ര, അവര് പിടിച്ചു കയറിയോ. അർദ്ധന ജഗം പ്രൗഢ ബാൽജനം പ്രൗഢബാനിയ. പേർഷ്യൻ രാജ്യത്തിന്റെ പ്രഭു വന്ന് ഗബ്രിയേലിന്റെ അടുക്കൽ നിന്നോ. പക്ഷെ മീകായേൽ വരുന്നത് കണ്ടപ്പോ ഈ പ്രഭുവിനപ്പുറം കിങ്സ് ഓഫ് പേർഷ്യ, രാജാക്കന്മാര് മുഴുവനും കൂടി കടന്നു വന്നോ. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ, ചില സാമ്രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവന്റെ പിമ്പിൽ സ്പിരിറ്റ് പ്രലത്തിൽ നൂറുകണക്കിന് പൈശാചിക രാജാക്കന്മാർ ആത്മമണ്ഡലത്തിൽ പോരടിക്കുമ്പോൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പേർഷ്യയിലെ രാജാക്കന്മാര് മുഴുവനും വന്നിട്ടോ, പേർഷ്യയിലെ പ്രഭുക്കന്മാര് മുഴുവനും വന്നിട്ടോ, പ്രാർത്ഥിക്കുന്നവന്റെ മുഴങ്കാലും മടങ്ങിയിരുന്നപ്പോൾ രഹസ്യങ്ങൾ വെളിപ്പെട്ടോ. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, പൈശാചിക മണ്ഡലത്തിലെ സകല അധികാര കേന്ദ്രങ്ങളോ ഒന്നിച്ച് തലകുത്തി നിന്ന് നടനമാടിയാലോ പ്രാർത്ഥിക്കുന്നവന്റെ മുഴങ്കാലിന്റെ മുമ്പാകെ അന്ധകാര ശക്തികൾ കിട്ടുകിട്ടാ വിറയ്ക്കും.